ഹലോ, ഇതാ ഞങ്ങളുടെ യാത്ര തുടങ്ങിയിരിക്കുന്നു. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ടുള്ള യാത്രയാണ്. അപ്പക്കുട്ടി രണ്ട് അപ്പയുണ്ട്, അമ്മയുണ്ട്, ഞങ്ങളുണ്ട്. പിന്നെ റോഡ് മൊത്തം തിരക്ക്, അതിൻ്റെ കൂടെ ചൂടും. ഏതായാലും ഞങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലം പിന്നീട് ഞങ്ങൾക്ക് മാറ്റേണ്ടതായിട്ട് വന്നു. അതിനെന്താ കാരണമെന്ന് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ പൊക്കോണ്ടിരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് കുറച്ച് ചക്ക വറുത്തെടുത്തിട്ടുണ്ട്, അതും കഴിച്ചു. തേയിലത്തോട്ടത്തിന് ഭംഗിയൊരു പ്രത്യേകതയാണല്ലോ. ചായ കുടിക്കുന്ന സമയം ചായ കുടിച്ചു. അവിടുത്തെ ചേട്ടന്മാർ അപ്പക്കുട്ടിന് സ്നിക്കേഴ്സ് സമ്മാനമായിട്ട് കൊടുത്തു. കപ്പലിൻ്റെ മിഠായി മക്രോണി വാങ്ങി ഞങ്ങൾ നേരെ ഞങ്ങളുടെ സ്ഥലത്തോട്ട് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ആഹാ, കോടമഞ്ഞ്. പിന്നെ ഒന്നും ഓർമ്മയില്ല, പാട്ടൊക്കെ ഓർമ്മ വരുന്നുണ്ട്. എങ്കിൽ രണ്ടുപേരും മൂളിക്കോളൂന്നേ. അങ്ങനെ രണ്ടുപേരും മൂളിയൊക്കെ ഞങ്ങൾ ചെന്നപ്പോൾ ഇതാണ് ചെന്ന് പെട്ടതൊരു ബ്ലോക്കിലോട്ടാണ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ബ്ലോക്കിൽ കിടന്ന് തീരുമാനിച്ചു നമുക്ക് വണ്ടി തിരിച്ചുവിടാം എന്ന്. അങ്ങനെ വണ്ടി തിരിച്ചുവിടാനുള്ള തീരുമാനത്തിലെത്തി. അപ്പോൾ കുട്ടൻ ആദ്യമായിട്ടാണ് കോടമഞ്ഞ് കാണുന്നതും ഇങ്ങനൊരു ആസ്വാദനം. അങ്ങനെ ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ നേരെ ഇറങ്ങാമെന്ന് കണ്ടത് വണ്ടിപ്പെരിയാറാണ്. അങ്ങനെ വണ്ടിപ്പെരിയാർ ഇറങ്ങാമെന്നുള്ള തീരുമാനത്തിലൊക്കെ ഞങ്ങൾ എത്തിച്ചേർന്നു. ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലാണ് ഈ വണ്ടിപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ആ പാലവും നദിയും വെള്ളമൊന്നുമില്ല. കരിമ്പ് വാങ്ങി അപ്പക്കുട്ടന് വേണ്ടി വണ്ടിപ്പെരിയാർ ചന്തയിൽ ഇറങ്ങിയാണ്. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി. പിന്നീട് നടന്നു അപ്പച്ചനെ വിളിക്കുന്നതാണ്. ഇതേ ഈ ഒരു സംഭവം പണ്ട് കാലത്തൊക്കെ കണ്ടാൽ കേട്ടോ, ഇപ്പോൾ ഇതൊന്നും കാണാനില്ല. അങ്ങനെ അത് കണ്ടപ്പോൾ എനിക്കൊരു രസം, അന്ന് ഊതിപ്പറത്തി വിട്ടതിനെ. അങ്ങനെ മാർക്കറ്റ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നടന്നു. അവസാനം ഞങ്ങളൊരു പാത്രം വാങ്ങുന്ന കടയിൽ കയറി. അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അവിടുത്തെ അപ്പച്ചൻ പറഞ്ഞു വ്ളോഗൊക്കെ ചെയ്യുന്നവരാന്ന് പറഞ്ഞപ്പം അത് കാണുന്നുണ്ട്, സന്തോഷം എന്ന് പറഞ്ഞൊരു കീ ചെയിൻ ഞങ്ങൾക്ക് സമ്മാനമായിട്ടും തന്നു കേട്ടോ. കീച്ചൻ വീഡിയോ ചേർക്കാൻ പറ്റിയില്ല, എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ അത് വിട്ടുപോയി. ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള യാത്രകളൊക്കെ ഓർമ്മകൾ എന്നും ഉണ്ട്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വണ്ടിപ്പെരിയാറിന്ന് പോവുകയാണ്. നമ്മുടെ ലോകപ്രസിദ്ധമായ മുല്ലപ്പെരിയാർ ഡാമും അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. കുട്ടിക്കാലത്ത് വന്നപ്പോൾ ഞങ്ങൾ തട്ടുദോശ കഴിച്ചു. അങ്ങനെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി വീഡിയോകൾ പുറകെ വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം.